നവാംഗത്തിലെ 9ാമത്തെ അംഗമായ കവചം. അസ്യ ശ്രീദേവി കവചസ്തോത്ര മഹാമന്ത്രസ്യ ബ്രഹ്മഋഷി അനുഷ്ടുപ്ഛന്ദ മഹാലക്ഷ്മിർദേവത ഹ്രാം ബീജം ഹ്രീം ശക്തി ഹ്രൂം കീലകം ശ്രീ മഹാലക്ഷ്മീ പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗാം ഹ്രാം ഇത്യാദി ഷഡംഗന്യാസാം സൗവർണാംബുജമധ്യഗാം ത്രിനയനാം സൗദാമിനീ സന്നിഭാം ശംഖം ചക്രവരാഭയഞ്ച ദദതിം ഇന്ദോകലാം ബിഭ്രതിം ഗ്രൈവേയാംഗദഹാരകുണ്ഡലധരാം ആഖണ്ഡലാദ്യേ സ്തുതാം ധ്യായേദ്വിന്ധ്യനിവാസിനിം ശശിമുഖിം പാർശ്വസ്ഥ പഞ്ചാനനാം. സൗവർണാംബുജമധ്യകാം, സ്വർണ്ണത്താമരപ്പൂവിൻ്റെ കർണികാസ്ഥാനത്തിരിക്കുന്നവളും, ത്രിനയന 3 കണ്ണുകളുള്ളവളും, സൗദാമിനി സന്നിഭാം, സൗദാമിനി എന്ന് പറഞ്ഞാൽ മിന്നൽക്കൊടി, മിന്നൽക്കൊടി പോലെ പ്രകാശമുള്ളവളും, ശംഖം ചക്ര വര അഭയഞ്ച ദദതിം, ശംഖം ചക്രം വര അഭയമുദ്രകൾ എന്നിവ കൈകളിൽ ധരിക്കുന്നവളും, ഇന്തോ കലാം ബിഭ്രതിം, ചന്ദ്രകല ശിരോഭൂഷണമായി ധരിക്കുന്നവളും, ഗ്രൈവേയാംഗത ഹാര കുണ്ഡലധരാം, ഗ്രൈവേയം എന്ന് പറഞ്ഞാൽ കണ്ഠാഭരണം, അംഗതം തോൾവള, ഹാരം മാല, കുണ്ഡലം കർണാഭരണം, സർവ ആഭരണങ്ങളും അണിഞ്ഞവളും, ആഖണ്ഡലാദ്യേ സ്തുതാം, ആഖണ്ഡലൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്, ദേവേന്ദ്രൻ തുടങ്ങിയവരാൽ സ്തുതിക്കപ്പെടുന്നവളും, പാർശ്വസ്ഥ പഞ്ചാനനാം, പഞ്ചാനൻ സിംഹമാണ്, അടുത്ത് സ്ഥിതി ചെയ്യുന്ന സിംഹത്തോടു കൂടിയവളും, ശശിമുഖിം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ളവളുമായ വിന്ധ്യനിവാസിനിയും, വിന്ധ്യനിവാസിനിയെ ധ്യാനിക്കുക. സ്വർണ്ണത്താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവളും 3 കണ്ണുകളുള്ളവളും മിന്നൽക്കൊടി പോലെ ശോഭിക്കുന്നവളും, ശംഖം ചക്രം വരമുദ്ര അഭയമുദ്ര എന്നിവ ധരിക്കുന്ന 4 തൃക്കൈകളുള്ളവളും, ചന്ദ്രകല ശിരോഭൂഷണമായി ധരിക്കുന്നവളും, ഗ്രൈവേയം അംഗതം ഹാരം കുണ്ഡലം തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞവളും, ഇന്ദ്രാദികളാൽ സ്തുതിക്കപ്പെടുന്നവളും, വാഹനമായ സിംഹം അടുത്തുള്ളവളും, ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ളവളുമായി വിന്ധ്യനിവാസിനിയെ ആയ ദേവിയെ ധ്യാനിക്കുക. വാണീപതേർവരവിമോഹിത ദുഷ്ടദൈത്യം ദർപ്പാഹി ദഷ്ടതനുജാരി കുലാഹിതാനി തച്ഛൃംഗമധ്യനടനേന വിഹന്യമാനാം രക്ഷാം കരോതു മമ സാ ത്രിപുരാധിവാസാം. വാണീപതേ, വാണീപതിയായ ബ്രഹ്മാവിൻ്റെ, വരവിമോഹിത വരത്താൽ വിമോഹിതനായ, ദുഷ്ടദൈത്യ ദർപ്പാഹി ദഷ്ട ദുഷ്ടനായ ദൈത്യൻ്റെ ദർപ്പമാകുന്ന സർപ്പത്താൽ കടിക്കപ്പെട്ട മഹിഷൻ എന്ന ദുഷ്ടനായ ദൈത്യന്റെ അഹങ്കാരമാകുന്ന സർപ്പത്താൽ കടിക്കപ്പെട്ട, ധനുജാരി കുലാഹിതാനി ധനുജാരികളായ ദേവന്മാരുടെ അഹിതങ്ങളെ അല്ലെങ്കിൽ ആപത്തുകളെ, തച്ഛൃംഗ മധ്യ നടനേന അവൻ്റെ കൊമ്പുകളുടെ മധ്യത്തിൽ നിന്നുള്ള നൃത്തം കൊണ്ട്, വിഹന്യമാന വിഹനിച്ചവൾ അല്ലെങ്കിൽ നശിപ്പിച്ചവളായ, സാ ത്രിപുരാധിവാസ ആ ദേവി ത്രിപുരങ്ങളെ അധിവസിക്കുന്നവൾ, മമ രക്ഷാം കരോതു എൻ്റെ രക്ഷയെ ചെയ്യട്ടെ അല്ലെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ. വാണീപതിയായ ബ്രഹ്മാവിൻ്റെ വരം കൊണ്ട് വിമോഹിതനായ ദുഷ്ടദൈത്യന്റെ അഹങ്കാരമാകുന്ന സർപ്പത്താൽ ദംശിക്കപ്പെട്ട ദേവന്മാരുടെ അഹിതങ്ങളെ ആ മഹിഷാസുരന്റെ കൊമ്പുകളുടെ മധ്യത്തിലുള്ള നടനം കൊണ്ട് നശിപ്പിച്ചവളും, ത്രിപുരങ്ങളെ അധിവസിക്കുന്നവളുമായ ആ ദേവി എന്നെ രക്ഷിക്കട്ടെ. ബ്രഹ്മാവിൽ നിന്നാണ് മഹിഷാസുരന് വരം ലഭിച്ചത്. ആ വരം കൊണ്ട് അയാൾ ശക്തനായിത്തീർന്നു. ശക്തിയും അധികാരവും പ്രതാപവും ഉണ്ടായപ്പോൾ ഇതെല്ലാം തൻ്റെ ബലമാണ് എന്ന് അയാൾ ധരിച്ചു. ആ ശക്തി കൊണ്ട് മോഹിതനായി തീർന്ന ദുഷ്ടനായ മഹിഷാസുരന്റെ അഹങ്കാരത്തെ ഒരു സർപ്പത്തോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ആ സർപ്പം തൻ്റെ വിഷമയമായ ദംഷ്ട്രകൾ കൊണ്ട് ദേവന്മാരെ കടിച്ചു, പലതരത്തിൽ ഉപദ്രവിച്ചു എന്നർത്ഥം. അവരുടെ അപേക്ഷ പ്രകാരം ദേവി മഹിഷാസുരനെ വധിച്ച് യുദ്ധത്തിൽ മരിച്ചു വീണ മഹിഷാസുരനെ തലയിൽ കയറി നൃത്തം വെച്ചു. അതോടെ ദേവന്മാർ ആപത്തൊഴിഞ്ഞ് ആശ്വസിച്ചു. മഹിഷന്റെ ശൃംഗമധ്യത്തിലുള്ള നർത്തനം കൊണ്ട് ദേവന്മാരുടെ ആപത്തൊഴിച്ചവളായ ആ ദേവി ത്രിപുരങ്ങളിലും വ്യാപ്തയാണ്. ശംഖാസി ചാപശരഭിന്നകരാം ത്രിനേത്രാം ദിഗ്മേതരാംശുകലയാ വിലസത്കിരീടാം സിംഹസ്ഥിതാം സസുരസിദ്ധനുതാം ച ദുർഗാം ദൂർവാനിഭാം ദുരിതവർഗഹരാം നമാമി. ശംഖ അസി ചാപ ശരഭിന്ന കരാം, ശംഖം
വാള്, വില്ല്, അമ്പ് എന്നിവ വേറെ വേറെ കൈകളിൽ ധരിച്ചിട്ടുള്ളവളും ത്രിനേത്ര 3 കണ്ണുകളുള്ളവളും തിക്മേതരാംശു കലയ, തിക്മം എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്, തിക്മേതരം ചൂടില്ലാത്തത് അല്ലെങ്കിൽ തണുത്തത്, തിക്മേതരാംശു തണുത്ത കിരണങ്ങളുള്ളത്, അതായത് ചന്ദ്രനാണ്. തിക്മേതരാംശു കലയ ചന്ദ്രകല കൊണ്ട് വിലസത് കിരീടം പ്രകാശിക്കുന്ന കിരീടമുള്ളവളും സിംഹസ്ഥിതാം സിംഹത്തിന്മേൽ സ്ഥിതി ചെയ്യുന്നവളും സസുരസിദ്ധനുതാം സ്വസുരന്മാരായ സിദ്ധന്മാരാൽ നമസ്കരിക്കപ്പെടുന്നവളും ദൂർവാനിഭാം കറുകപ്പുല്ലിൻ്റെ നിറമുള്ളവളും. കറുക 2 തരമുണ്ട്, കരിങ്കറുകയും വെൺകറുകയും. കൃഷ്ണവർണ്ണയെന്നോ ശ്വേതവർണ്ണയെന്നോ വ്യാഖ്യാനിക്കാം. ദുരിതവർഗഹരാം ദുരിതവർഗങ്ങളെ നശിപ്പിക്കുന്നവളുമായ ദുർഗാം ദുർഗയെ നമാമി ഞാൻ നമസ്കരിക്കുന്നു. ശംഖം, വാള്, വില്ല്, അമ്പ് എന്നിവ വേറെ വേറെ കൈകളിൽ ധരിച്ചിട്ടുള്ളവളും ത്രിനേത്രയും ചന്ദ്രക്കൊല കൊണ്ട് പ്രകാശിക്കുന്ന കിരീടം അണിഞ്ഞിട്ടുള്ളവളും സിംഹാരൂഢയും ദുർവൈഡ വർണ്ണമുള്ളവളും സുരന്മാരാലും സിദ്ധന്മാരാലും നമസ്കരിക്കപ്പെടുന്നവളും ദുരിതവർഗത്തെ നശിപ്പിക്കുന്നവളുമായ ദുർഗാദേവിയെ ഞാൻ നമസ്കരിക്കുന്നു.